എവിടെ പോയി കിടക്കണം? സുക്കുറേ, മോനെ സുക്കുറേ, സുക്കൂറിന് കണ്ടിരുന്നോ? ഇല്ല. അടുത്തോണെങ്കിൽ എവിടെ പോയി കിടക്കാവോ? സുക്കൂറേ, പ്രഭാരേട്ടാ, എന്റെ സുക്കൂറിന് കണ്ടി ഞങ്ങള് സുക്കൂറേ, മോനെ സുക്കൂറേ. കാലവർഷം 4 ദിവസം കനക്കും. എവിടെ കനക്കണ്? 3 ദിവസമായിട്ട് നല്ല വെയില. മരണം ബാധിക്കലൊരു നാൾ മഞ്ചലുമായി വിളിക്കും. അവസ്ഥ വരാജാ മതി. ഞാൻ രാവിലെ പോകുമ്പോ ഇങ്ങോട്ട് അന്വേഷിച്ചു. രാവിലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ പോകുമ്പോ ചോദിച്ചിരുന്നു. രാവിലെ ഞാൻ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിരുന്നു. അതല്ലേ? എന്തിനീ? ഞാൻ പുതിയ സ്ഥലമില്ലേ, ഒരു 40 സെന്റ് സ്ഥലം മേടിച്ചിട്ടില്ലേ ഞാൻ. അവിടെ വീട് വെക്കുന്നുണ്ടാ? വീട് വെക്കാനല്ല, അതിലൊരു 3-4 തേക്ക് നിൽക്കണ്ടല്ലോ. ഇപ്പൊ തേക്ക് മുറിച്ച് വിൽക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ വേണം അത്ര. അത് വേണം, അത് വേണം. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാ. കാണിച്ചു. സുക്കുറേ, 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 ഇതൊരു ശബ്ദമില്ല. മോനെ സുക്കുറേ, എന്താ പോയതോ? ഇവിടെ ഉണ്ടോ? അതെ, സുക്കൂറിനെ കാണില്ലടോ. അയ്യോ, ആര്? രണ്ടാമത്തോനോ? അത് സത്താറല്ലേ, ഇതിന്റെ പോത്ത് സുക്കൂറ്. പോത്താ? രാവിലെ പോലും കാണില്ല. കുറ്റിയും പൊരിച്ചിട്ട് പോയിട്ടുണ്ടാവുന്നു. കുറ്റി പൊരിച്ചിട്ടൊന്നും പോയില്ല. എന്റെ പറമ്പിലാണ് ഞാൻ കെട്ടിട്ടേ. 4 ഭാഗത്തും മതിലല്ലേ. അവിടെ രാവിലെ കെട്ടിയിട്ടത് അവിടെ ഞാൻ കണ്ടു. എന്താ തന്നെ ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തല്ലോ എന്ന് വിചാരിക്കാം. എന്തിന്? ഈ പോലീസുകാർക്ക് മനുഷ്യന്റെ കാര്യം തന്നെ നോക്കാൻ സമയമുണ്ടോ മൊയ്തോ? പിന്നെ ഈ പോത്തിന്റെ കാര്യം അവര് നോക്കുവോ? ഇനി പോത്തിനായിട്ട് വേറെ പോലീസ് സ്റ്റേഷന്റെ സൂത. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന കൊടുക്കാം. എന്റെ ദണ്ണ എനിക്ക് മനസ്സിലാവില്ല. എന്റെ മൊയ്തോ, സമയം എത്രയല്ലേ ആയിട്ടുള്ളൂ. അത് വൈകുന്നേരം ആകുമ്പോ വന്ന് തൊഴുത്തിലും മുളഞ്ഞോളും. അതാ ഇവിടെ ഇവിടെ ഉണ്ട്. അത് പശു അല്ലടാ, പോത്തിനെ വെച്ച് എനിക്ക് അറിയില്ല. അഞ്ചൊരു പണി, ഈ വേഗം ഷർട്ട് മുണ്ട് മാറ്റി കൊടുന്നു വാ. എവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ ഷുക്കൂറിനെ കാണാതായെന്ന് പറഞ്ഞത് സ്കൂളിൽ പോയ വഴിക്കാണോ അതോ വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വന്ന വഴിക്കാണോ കാണാണ്ടായത്? സുക്കൂർ എന്ന് പറഞ്ഞ എന്റെ മക്കളല്ല, പിന്നെ പോത്താണ്. പോത്തായിരുന്ന? പോത്ത. എനിക്ക് 3 കുട്ടികളാക്കി. സുക്കൂർ, സത്താർ, ജബ്ബാർ. 3 പോത്താണോ? അല്ല, 3 പോത്തല്ല, ഒരു പോത്തും 2 മനുഷ്യ കുട്ടികളും. പോത്തിനെ എവിടെ വെച്ചാ കാണാണ്ടായത്? ഇതാ സുഗതന്റെ പറമ്പിൽ വെച്ചിട്ട്. അല്ല, എന്റെ വീട് നിൽക്കുന്ന പറമ്പല്ല സാറേ. എനിക്കൊരു പുതിയ പറമ്പുണ്ട്, ഒരു 50 മീറ്റർ അപ്പുറത്ത് വളച്ചു കെട്ടിയിട്ട്. നിങ്ങളുടെ പറമ്പിലാണ് കെട്ടിയിരുന്നത്? അതെ. ഈ വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് പോത്തിനെ വളർത്തിയാൽ എങ്ങനെ ഇരിക്കും? കാണാതെ പോകും. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ നമുക്ക് മനുഷ്യക്കുട്ടി വല്ല ആണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താം. ഈ പോത്തെന്നൊക്കെ പറഞ്ഞാല് ഇച്ചിരി പ്രയാസമാണ്. അതെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അത് ബുദ്ധിമുട്ടാ ബാപ്പു. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തണം സാറേ. കാരണം ഞാൻ എന്റെ മക്കളെക്കാട്ട് കൂടുതൽ ഈ പോത്തിനെ സ്നേഹിച്ചു. ഈ പോത്തിന് എന്തെങ്കിലും അടയാളങ്ങൾ വല്ലതും ഉണ്ടോ? അടയാളുണ്ട്. എന്താ? എന്റെ പോത്തിന്റെ ചെവിട്ടിന്റെ മേലെ കടുക്കുണ്ട്. അപ്പൊ അതുണ്ട് അടയാളം. സാറേ, അങ്ങനെയാണ് ഞാൻ കണ്ട്. ശരിയാണ്. അതായത് ഞാൻ വരുന്ന വഴിക്കേ നമ്മുടെ ഇറച്ചിക്കോയുടെ വീട്ടുമുറ്റത്ത് ഒരു പോത്തിനെ കണ്ടായിരുന്നു. കാതിൽ കടുക്കിനുള്ള ഒരു സംശയമുണ്ട്. ഒരു ഇളം പോത്തല്ലേ? ഒരു 4 വയസ്സ്. അതെ, അതൊരു ഇളം പോത്ത്. വലിയ പോത്തൊന്നല്ല. വലിയ പോത്തല്ല. അതെ. ഓക്കെ, ഞാൻ എന്നിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. മക്കള് 2 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പിള്ളേര് കാശിന് അത്യാവശ്യം പോലെ വന്നിട്ട് ഇറച്ചിക്കാരന് മറിച്ച് വിറ്റതാണോ? എന്തൊക്കെ സാധനങ്ങൾ പറയുന്നത്? കുട്ടികൾ പറഞ്ഞാൽ 7ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. ഒരു നിലവിളിയാണ് അവിടെ അതിനെ കാണിച്ച്. അപ്പൊ താൻ കണ്ടെന്നുള്ള ഉറപ്പല്ലേ? ഒരു കാര്യം, വണ്ടി എടുക്കാം, നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. അതല്ലേ? നീ സാർമാരുടെ കൂടെ പോയിട്ട് വാ. അപ്പോ അല്ല, എനിക്ക് മറ്റേ രാഘവേട്ടൻ അവിടെ കാത്തുക്കുണ്ടല്ലോ, വേറെ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞ് താമ വണ്ടി എടുക്കും. സംഗതി എന്തായാലും പ്യാരിയെ, ഈ എത്തവണ ചെയ്ത കച്ചവടം ഉണ്ടല്ലോ, അതൊരു 1.5 കച്ചവട. സംഭവം വെട്ടി തൂക്കിയപ്പോണ്ടല്ലേ എന്താ തിരക്ക്. അലുവാക്കഷ്ണം പോലെ അസലതാനം. ഇന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് ഇറച്ചി എവിടെ? എന്തൊരു കഷാ പെണ്ണിപ്പൊ കൊണ്ടുവരേണ്ടത്. ആമിനാ
തിയേറ്ററിലൊന്നും ഒന്നും കൂടി വിളിക്കുക. ഏയ് ആമിനാ ചെന പിടിച്ചിട്ടുണ്ടെന്നോ നിക്കടെ ശബ്ദം കേട്ടിട്ട്. എത്ര വിളിച്ചാലും വരില്ല. ഒഴിച്ചോ. അങ്ങടെ കൂട്ടി അങ്ങടെ പൊട്ടും ബീഫും കൂടി അങ്ങോട്ട് കൂട്ടി മതിയത്തോ മതിയത്തോ. കായ്ക്കടവായ സ്ഥലല്ലേ? ഞാൻ കഴിക്കായി കഴിച്ചോ. അവിടെ വെച്ചാ ഞാൻ കഴിച്ചോട്ടെ. പപ്പടം കൂടി വേണ്ടായിരുന്നു. അവർക്ക് ചോദിച്ചാൽ മതി. അവന് കൊഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം പൊട്ടും കൂടി കഴിക്ക്. കൊഴിച്ചങ്ങോട്ട് കഴിക്കും. പോലീസൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കോയക്കുങ്ങാട്. എന്താ സാറേ? ആരാ കോയ? കോയ അമ്മളാണ്. നിങ്ങൾ രണ്ടാളും കോയാണോ? അല്ല, ഞാൻ ഒറ്റക്ക്. ഓ, ഈ മുഹമ്മദ് പിയാരി ആരാ? അത് ഞാനല്ല. താനല്ലെന്ന് എനിക്കറിയാം. ആരാന്നാ ഞാൻ ചോദിച്ചാ? മുഹമ്മദ് ഭാര്യ ഇതാണ് ഒറ്റക്ക്. നിന്റെ ഭാര്യ ആമിനും ഒറ്റക്ക്. തമാശക്കാരനാണല്ലേ? അല്ല സാറ്, അറിവുകാരനാണ്. തമാശക്ക് ഇഷ്ടല്ല. നിർത്തടാ. നീ ഇന്നൊരു പോത്തിനെ മേടിച്ചാടാ? ആ ഇടക്കിടക്ക് മേടിക്കലുണ്ട് സാറേ. പോത്തിന്റെ കച്ചവടാണോ എനിക്ക്? നീ മിണ്ടരുത്. നിന്റെ അടുത്ത് ചോദിക്കുമ്പോ നീ മിണ്ടിയാ മതി കേട്ടല്ലോ. എന്താ സാറേ ഇപ്പൊ ഇങ്ങനൊക്കെ പറയണത്? ആ പോത്തിന്റെ ഒരു കാതിൽ കടക്കനുണ്ടായിരുന്ന? ഉണ്ടായിരുന്നു സാറേ. ഉണ്ടായിരുന്നോടാ? എന്തായിരുന്നു സാറേ? സാറിന്റെ സുക്കൂറാണത്. എന്ത്? അതിപ്പോ എന്ത് ചെയ്തു? അത് ഇവിടെ ഉണ്ട്. സുക്കൂറാണോ ബഷീറാണോന്ന് അറിഞ്ഞൂടെ. ഇന്ന് അടുത്ത് കൂട്ടാൻ പറ്റി സാറ് തിന്നു. എന്താ കാട്ടിന് എന്റെ ഉമ്മർത്തുന്നത്? ആരത്? അല്ല സാറേ, എന്താ എന്റെ ഉമ്മർത്തോടെ ചങ്ങായി? എന്റെ വായെന്ന് പറഞ്ഞ എന്റെ വേഷം അനുസരിച്ചുള്ള വർത്താനല്ലോ. ഇയാൾ ചോദിച്ചു സാറേ, എന്താ സംഗതി? ഞങ്ങൾക്കൊന്നും പിടുത്തം കിട്ടിയില്ല അപ്പൊ അത്. മിണ്ടരുത്. 14,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. നീ എവിടെന്നാ മേടിച്ചു? നമ്മുടെ ഒരു സുഹൃത്ത്. പേരില്ലടാ. ആ പേര് പറയടാ. സത്യശീലൻ. ഈ സത്യശീലൻ എന്ന് പറഞ്ഞ മോഷണമാണ് പരിപാടി. അല്ല, ഓനക്ക് അവിടെ മൂപ്പര് വില്ലേജിലല്ലേ പണി? വില്ലേജിൽ എന്തോ പണിയാന്തോ. വില്ലേജിൽ എന്ത് പണിയാടാ ഉള്ളത്? വില്ലേജിൽ എന്തോ ചെറിയ വില്ലേജ് ഓഫീസറാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ആണ് മൂപ്പര് അവിടെ. എന്താ സംഗതി എന്ന് പറയണില്ലല്ലോ ഇപ്പോഴും. അതല്ല ഇപ്പൊ കുടുങ്ങിയത്. ഇന്നാള് പഞ്ചസാരയെ കൊണ്ട് തന്നില്ലേ കോയക്ക? ആ സാറേ, ഈ ചെങ്ങായി ഇടക്കിടക്ക് ഓരോ സാറിന് കൊണ്ട് ഇപ്പൊ 10 കിലോ പഞ്ചസാര കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നു. വില കുറവിനാണ്. അപ്പൊ ഞാൻ മേടിച്ചു വെച്ച്. പിന്നെ ഒരു പ്രാവശ്യം മൂപ്പര് 25 കിലോ കുരുമുളക് കൊണ്ടുവന്നു. ഞാൻ ഇക്കെന്തിനാ 25 കിലോ കുരുമുളക്? ഇവിടെ 250 കുരുമുളക് ഉണ്ടെങ്കിൽ 3 മാസം എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇവിടെ ആവശ്യമില്ല പറഞ്ഞു. അത് വേറെ ആർക്കോ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത്. അത് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അങ്ങനെ ഇടക്കിടക്ക് സാധനങ്ങൾ കൊണ്ടുവരലുണ്ട് ഇവിടെ. പോത്തിനെ മേടിച്ചത് ഓന്റെ അന്ന് ഇജ്ജ് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ വേണ്ടി അപ്പോഴേക്കും സാറേ പറച്ചിൽ നിർത്തിക്കോ. എന്തായാലും ഇത് കൊണ്ടുവന്നവനും വാങ്ങിച്ചവനും എല്ലാം അകത്താവും. എന്തിനാ ചങ്ങായി സാറേ, നിങ്ങൾ വന്ന് എപ്പോഴൊന്നും കാട്ടരുത് കേട്ടോ. നിങ്ങളൊക്കെ വലിയ പോലീസുകാർക്ക് എറിച്ചു കൊടുക്കണ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങള് കുടുംബമായിട്ട് ജീവിക്കണ സ്ഥലമാണ്. ഇവിടെ പോലീസുകാർ വന്നാൽ ഞങ്ങക്ക് നാണക്കേടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചോളെ. അല്ലാണ്ട് ഇവിടെ അതിന് ഞാൻ നിങ്ങൾ ചോദിക്കണ്ടേ ചോദിക്ക് സാറേ. എപ്പോഴാവും അറിയണില്ലല്ലോ. എടാ സതീശൻ ഇവിടെ എവിടെ? ഇവിടെ ഞങ്ങളുടെ ഒരു 750 മീറ്റർ ചെല്ലുമ്പോ ഒരു അമ്പലമുണ്ട്. ആ തിരുവിലി തന്നെയാണ്. നിനക്കാ വീട് അറിയാവോ? എനിക്കറിയാം. എന്നാ വന്ന് കാണിച്ചേവാ. ഞാൻ പറഞ്ഞ സാറേ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷനിൽ വന്നോണം. പിന്നെ ഇറച്ചി വെട്ടാ നീ വേറെ ആളെ നോക്കിക്കോ. എന്താ താരങ്ങള് വെറുതെ വെള്ളം ഉണ്ടാക്കി പോണേ? ഒരു മാന്യ മര്യാദ ഇല്ലാണ്ട്. അതെ, ഓരോ ശനിയാഴ്ച ഇങ്ങോട്ട് വിടണട്ടോ. ഞായറാഴ്ച അറവുള്ളാണ്.
ഓരോരോ പണികള് കാട്ടിവിട്ടണ ആ ചെക്കനെ കൊണ്ടോണ്ട വല്ല കാര്യം ഉണ്ടപ്പയിന് ഓരന്നെ വീട്ടിൽ വെച്ച് ചിന്ന വിളിക്കണട്ടോ അല്ല പിന്നെ ഞാൻ കൂട്ടാൻ എടുക്കേ വേഷം നട്ട് പാടില്ല ഓർക്കിട്ടോ തിന്നാനും പറ്റില്ല ഹാമിക്കങ്ങള് കാട്ടണ ഓരോ പണി ആലോചിച്ച് നോക്ക് ഏയ് അല്ല അസല പോത്തായിരുന്നു ആ പാവത്തിന് തിന്നാൻ പറ്റിയില്ല അതിന് തിന്നാൻ പറ്റിയില്ല പാവം മറിമായം